അന്നും അച്ഛൻ പറഞ്ഞത് ഒരിക്കലും ഉമ്മൻചാണ്ടിയുടെ പേര് അതിലില്ല, അദ്ദേഹത്തിൻ്റെ പേരില്ല എന്ന് അച്ഛൻ പറയുന്നത് ഞങ്ങൾ നേരിട്ട് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ എവിടെ നിന്ന് ഈ പേര് വന്നു എന്താണെന്നുള്ളത് അത് കണ്ടുപിടിക്കട്ടെ. ചാണ്ടിമാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടിയെ കുടുക്കാൻ ഗണേഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്ന് ചില ശ്രമങ്ങളുണ്ടായി. കോടതിയിലിരിക്കുന്ന കാര്യമുണ്ട്, വിശദാംശങ്ങളിലേക്ക് പോകേണ്ട. അതിൽ ഒരല്പമെങ്കിലും സത്യമുണ്ട്. അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആരാണ് അതിൻ്റെ പിന്നിലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഒരു സംഭവം ഉണ്ടായി. ഗണേഷ് കുമാറാണോ ആരോ 4 പേജ് അഡീഷണൽ സരിതയെ കൊണ്ട് എഴുതിപ്പിച്ച് അത് ചേർത്തു. അത് സത്യമാണ്. കാരണം ഒറിജിനൽ എഴുത്ത് കണ്ട ആളാണ് ഞാൻ. കൊട്ടാരക്കരയാണെങ്കിൽ ആലോചിക്കാം എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ശ്രീമതി ഐഷ പോറ്റി ഇതിലേക്ക് വന്നതിപ്പം ഈ UDFൻ്റെ ഒരു പ്രസ്റ്റീജ് വിഷയമായി മാറിയിരിക്കുകയാണ്. അപ്പം നടക്കട്ടെ, സന്തോഷം. ഇപ്പം ശ്രീമതി ഐഷ പോറ്റി ആയാലും ശ്രീ ബാലഗോപാലായാലും എനിക്ക് സന്തോഷം. കാരണം കൊട്ടാരക്കര നന്നാവണം. ഒരു വ്യക്തിബന്ധവും രാഷ്ട്രീയവും കൂടെ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. വ്യക്തികളായിട്ട് നമ്മൾ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, പല പ്രശ്നങ്ങളും ഉണ്ടാവാം. പക്ഷേ അത് രാഷ്ട്രീയത്തിലേക്ക് അതൊരു മുതലെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സഹോദരനെതിരായിട്ട് ഒരിക്കലും നിൽക്കില്ല. എത്ര കൊലക്കൊമ്പന്മാരും വീണിട്ടുണ്ട്. എത്ര പിന്നെ വളരെ ഒരു ചെറിയ പയ്യൻ്റെ അടുത്താണ് അന്ന് തോറ്റത്. പക്ഷെ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. ഇന്ദിരാഗാന്ധി തോറ്റില്ലേ. റിപ്പോർട്ടർ ടിവിക്കൊപ്പം ഉഷ മോഹൻദാസ് ചേരുകയാണ്. സ്വാഗതം മാഡം. ഈ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. അങ്ങ് കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന രൂപത്തിൽ അഭ്യൂഹങ്ങൾ പരക്കുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? സത്യം പറഞ്ഞാൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഔദ്യോഗികമായിട്ടുള്ള സമീപനങ്ങളൊന്നും വന്നിട്ടുമില്ല. പക്ഷേ എൻ്റെ കൂടെ ഉള്ള ആൾക്കാർ, അതായത് നമ്മുടെ കൂടെ വിശ്വസിച്ച എൻ്റെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേയധികം പേര് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, അവർക്കെല്ലാവർക്കും അതിലൊരു താല്പര്യമുണ്ട്. കാരണം ഇവിടെ ഈ മുന്നണിയിൽ നിന്നിട്ട് അവർക്ക് പേഴ്സണലി അവർക്ക് വലിയ ഗുണങ്ങളൊന്നുമില്ല. മാത്രമല്ല മറ്റേ കേരള കോൺഗ്രസ് ബി എന്ന് പറഞ്ഞിട്ട് അതിൽ ഉണ്ടല്ലോ. അതുകൊണ്ട് UDFലേക്ക് പോകണമെന്ന് അവർക്കൊരാഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് പലരും എന്നെ സമീപിച്ചു. പക്ഷേ അത് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ക്ഷണമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനങ്ങളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷേ അനൗദ്യോഗികമായി പല ഭാഗത്തു നിന്നും ചർച്ചകളും ഡിസ്കഷൻസും ഒക്കെ വന്നിട്ടുണ്ട്. പലരും സമീപിച്ചു. വരാൻ തയ്യാറുണ്ടോ? കൊട്ടാരക്കരയിൽ ആദ്യം എൻ്റെ പേരാണ് പൊങ്ങി വന്നത്. കൊട്ടാരക്കരയെ പ്രതിനിധീകരിക്കണമെന്ന് പറഞ്ഞു കോൺഗ്രസ്സുകാർ. പക്ഷേ കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയുന്ന ഒരു വ്യക്തിപരമായ ബന്ധമുള്ള സ്ഥലം. ഞാൻ ജനിച്ച് വളർന്ന് പഠിച്ച് ജീവിച്ച സ്ഥലമാണ്. വ്യക്തിപരമായിട്ട് പല ബന്ധങ്ങളുമുണ്ട്. അതുകൊണ്ട് കൊട്ടാരക്കരയാണെങ്കിൽ ആലോചിക്കാം എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ശ്രീമതി ഐഷ പോറ്റി ഇതിലേക്ക് വന്നതിപ്പം ഈ UDFൻ്റെ ഒരു പ്രസ്റ്റീജ് വിഷയമായി മാറിയിരിക്കുകയാണ്. അപ്പം നടക്കട്ടെ, സന്തോഷം. ഇപ്പം ശ്രീമതി ഐഷ പോറ്റി ആയാലും ശ്രീ ബാലഗോപാലായാലും എനിക്ക് സന്തോഷം. കാരണം കൊട്ടാരക്കര നന്നാവണം. ആ ഒരു ലക്ഷ്യമേ എനിക്കുള്ളൂ. കൊട്ടാരക്കര സംസാരം വന്നപ്പോഴൊക്കെ, കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വന്നപ്പോഴൊക്കെ കൊട്ടാരക്കരയിൽ ഒരു മുഖമായി അവതരിപ്പിക്കാം എന്നുള്ള നിലയിലായിരുന്നു ഡിസ്കഷൻ ആദ്യം വന്നത്. അല്ല, ഡിസ്കഷനൊന്നും അത്രയ്ക്ക് മുന്നോട്ട് പോയില്ല. അഭിപ്രായം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ അച്ഛൻ്റെ ഒരു പേഴ്സണൽ ലോഡ്സ് ഉണ്ടല്ലോ കൊട്ടാരക്കരയിൽ. ഇപ്പം മരിച്ചു പോയെങ്കിലും ഇപ്പോഴും അത് ഉണ്ട്. കാരണം കോൺഗ്രസും ആയിട്ട് നിന്നപ്പോൾ, ഇടതുപക്ഷത്ത് നിന്നപ്പോഴും വലതുപക്ഷത്ത് നിന്നപ്പോഴും എല്ലാം അച്ഛൻ്റെ ആ പേഴ്സണൽ വോട്ട് പ്ലസ് അച്ഛൻ്റെ പേഴ്സണൽ വോട്ടെന്ന് പറയുമ്പോൾ അവിടെ ഒരു വിജയസാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അതായത് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ ജയിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അവിടെയുള്ള വ്യക്തിബന്ധം, അച്ഛന് ഓരോ വ്യക്തികളുമായിട്ടുള്ള ആ ഒരു ബന്ധം ഇപ്പോൾ എത്ര കഴിഞ്ഞാലും അത് മാറില്ല. അത് കൂടെ കൊണ്ടുപോകാൻ പറ്റി, എനിക്ക് പറ്റുമെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം ഇനി അതേപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. വേറെ ഒരു സീറ്റ് കിട്ടണമെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ എനിക്ക് താല്പര്യമില്ല, വേറെ സീറ്റുകളിലേക്ക് താല്പര്യമില്ല. കൊട്ടാരക്കരയാണെങ്കിൽ നോക്കാമെന്നതായിരുന്നു നിലപാട്. അതെൻ്റെ സ്ഥലമല്ലേ, അത് അവിടെ ഞങ്ങൾക്കൊരു ബന്ധമുണ്ട്. അച്ഛൻ കൊട്ടാരക്കര വിട്ട് വേറെ ഒരു മണ്ഡലത്തിലും പോയിട്ടില്ല. 8, 9, 10 പ്രാവശ്യം അച്ഛൻ അവിടുന്ന് കൊട്ടാരക്കരയും തിരഞ്ഞെടുത്തു. പരാജയവും നേരിട്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും കൊട്ടാരക്കര വിട്ട് വേറൊരു മണ്ഡലം തേടി അദ്ദേഹം പോയിട്ടില്ല. ഈ ബാലകൃഷ്ണപിള്ള എന്നുള്ള അതികായനെ രാഷ്ട്രീയത്തിൽ അത്രയും വലിയൊരാളെയാണ് ഐഷ പോറ്റി തോൽപ്പിച്ചാണ് അവിടെ മാറ്റം വരുന്നത്. ഐഷ പോറ്റിക്ക് അവിടെ ഒരു ജയസാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ടോ? കൊട്ടാരക്കര അത്ര അടുത്തറിയുന്ന ആളായതുകൊണ്ട് ചോദിക്കും. ഇപ്പോൾ ഒന്നും ഐഷ പോറ്റി ഇതുവരെയും ജയിച്ചത് LDFിൽ നിന്നാണ്. ഇപ്പോൾ UDFിലോട്ട് ആദ്യമായിട്ടല്ലേ. അപ്പോൾ അത് നേരിടണം. എന്താണെന്നുള്ളത് നമുക്ക് കണ്ടു മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇനിയൊരു ചർച്ച വന്നാലും കൊട്ടാരക്കരയാണെങ്കിൽ
കൈ കൊടുക്കാം എന്നുള്ളൊരു നിലയിലാണ്. ഇനിയിപ്പോൾ ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. ഇല്ല ഇല്ല. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം, കൊട്ടാരക്കരയ്ക്ക് തൊട്ട് അടുത്ത് കിടക്കുന്ന അയൽ മണ്ഡലമാണ് അങ്ങയുടെ സഹോദരൻ മത്സരിക്കുന്ന പത്തനാപുരം ഗണേഷ് കുമാറിൻ്റെ മണ്ഡലം. മാത്രമല്ല അച്ഛൻ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പത്തനാപുരത്തു നിന്നാണ്. അച്ഛൻ്റെ 25ാമത്തെ വയസ്സിൽ പത്തനാപുരത്തു നിന്നാണ് ആദ്യം MLA ആയത്. അങ്ങനെയുള്ള മണ്ഡലത്തിൽ ഗണേഷ് കുമാർ LDF സ്ഥാനാർത്ഥിയാണെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഒരു എതിർ സ്ഥാനാർത്ഥിയായി കാണാൻ കഴിയും? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. കാരണം ഒരു വ്യക്തിബന്ധവും രാഷ്ട്രീയവും കൂടെ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. വ്യക്തികളായിട്ട് നമ്മൾ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, പല പ്രശ്നങ്ങളും ഉണ്ടാകും. പക്ഷേ അത് രാഷ്ട്രീയത്തിലേക്ക് അതൊരു മുതലെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സഹോദരനെതിരായിട്ട് ഒരിക്കലും നിൽക്കില്ല. അത് സഹോദരൻ ആയതുകൊണ്ട് ആ നിലയിൽ സഹോദരനെതിരെ നിൽക്കില്ല എന്നുള്ളതാണ്. അല്ല, അതും ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല, അതൊരു ഭംഗിയുള്ള കാര്യമല്ല. അതൊരു ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കേണ്ട ഒരു എന്താ പറയുന്ന ഒരു സ്ഥലമല്ല രാഷ്ട്രീയം. പത്തനാപുരത്ത് എന്തായാലും ഇല്ല, ഉറപ്പിച്ചു. ഇതിൽ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ വന്ന ചില ചർച്ചകളുടെ ഭാഗമായി കോടതിയിൽ കേസുണ്ടാവുകയും ഈ സ്വത്ത് സംബന്ധിച്ചുള്ള ചില തർക്കങ്ങൾ വന്നപ്പോൾ കോടതി നിർദ്ദേശിച്ചനുസരിച്ച് ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ ആ ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങളെത്തി. ഒത്തുതീർപ്പിലേക്ക് എത്തിയപ്പോൾ ഒരു ഫോർമുല ഗണേഷ് കുമാർ മുന്നിൽ വെച്ചുവെന്നും ഉഷ മോഹൻദാസ് അത് തള്ളിക്കളഞ്ഞുവെന്നും അങ്ങനെയാണ് ആ ചർച്ച പൊളിഞ്ഞതെന്നുമാണ് ഇപ്പോൾ ഗണേഷ് കുമാർ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും. അത് യാഥാർത്ഥ്യമാണോ? ഒട്ടും യാഥാർത്ഥ്യമല്ല, പച്ചക്കള്ളം. അങ്ങനെയല്ല. 3 പ്രാവശ്യം കോടതി ഒത്തുതീർപ്പിന് ചർച്ചയ്ക്ക് വിളിച്ചു. ഞാൻ വളരെ മിനിമമായിട്ടുള്ള ആവശ്യങ്ങളെ വെച്ചുള്ളൂ. കാരണം ഒന്ന്, ആ വിൽപ്പത്രത്തിൽ എന്നെയും കൂടെ പാർട്ടാക്കണം. 2 മക്കളല്ല, ഞങ്ങൾ 3 പേരുണ്ട്. അതിൽ ന്യായമായും എനിക്കും റൈറ്റ് ഉണ്ട്, ആക്കണം. പിന്നെ വളരെ മിനിമമായിട്ട് 36 വസ്തു പിന്നെ പ്ലോട്ടുകൾ ഗണേശനും അനിയത്തിക്ക് 10-15 കൂടുതൽ വസ്തുക്കളും ഉള്ളപ്പോൾ ഒരു 2 വസ്തു, സത്യം പറയുകയാണെങ്കിൽ 2 വസ്തു മാത്രമാണ് ഞാൻ ചോദിച്ചത്. അത് തരാൻ തയ്യാറില്ല. നേരത്തെ ഒരു അടഞ്ഞ വില്ല് അച്ഛൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ മെജോറിറ്റിയും എൻ്റെ പേരിലായിരുന്നു. എൻ്റെ ഗണേശനും സിസ്റ്ററിനും എല്ലാം ഉണ്ട്. എന്നാലും സ്കൂള്, വീട് ഇതെല്ലാം എൻ്റെ പേരിലായിരുന്നു. ഞാൻ അതൊന്നും ആവശ്യപ്പെട്ടില്ല. വെറും നിസ്സാരമായ 2 വസ്തുക്കൾ. ഈ 36ഉം 15-നകത്തുനിന്നും 2 വസ്തു ചോദിക്കുന്ന ഒരു തെറ്റാണോ? വളരെ മിനിമമായ കാര്യമല്ലേ? സമ്മതിച്ചില്ല. സമ്മതിക്കാൻ സൗകര്യമില്ല എന്ന് ഓപ്പണായിട്ട് കോടതി പറഞ്ഞു. വേണമെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ്സ് പരിശോധിക്കാമല്ലോ. വളരെ മിനിമലായിട്ട്. അല്ല, അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലും എന്നാ ഉദ്ദേശിച്ചത്. ഏതെങ്കിലും മതി, ഏതെങ്കിലും 2 അത്രേ ചോദിച്ചുള്ളൂ. അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, അത് തന്നെയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, എന്തായാലും കേസിലേക്കായല്ലോ, നമുക്ക് ഫൈറ്റ് ചെയ്യാം. ന്യായമായിട്ട് എനിക്ക് റൈറ്റുണ്ട്. എൻ്റെ വിശ്വാസം നീതി നടപ്പാവും, സത്യം ജയിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. മുന്നോട്ട് പോകാൻ തരും. കേസ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ പല ചാനലിലും റിപ്പോർട്ട് കണ്ടു, കേസ് അവസാനിച്ചു, വിധി അനുകൂലം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രസ്താവനകൾ, ഒന്നും നടന്നിട്ടില്ല. അത് പവറും ഇതൊക്കെ ഉള്ളവർക്ക് എന്തും പറയാമല്ലോ. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഇതൊന്നും ആരോടും വിളിച്ച് പറയാറില്ലല്ലോ. വളരെ മനസ്സ് വിഷമം തോന്നി. ഇത്രയും അന്യായം എന്നോട് കാണിച്ചിട്ട് പിന്നെ ഇങ്ങനെ പറയുമ്പോൾ ഒരു വളരെ വിഷമം തോന്നി. ഈ പത്തനാപുരത്തെ കാര്യം പറഞ്ഞല്ലോ. പത്തനാപുരത്ത് അച്ഛൻ ആദ്യം ജയിച്ച മണ്ഡലമാണ്. പത്തനാപുരത്തെ ഗണേഷ് കുമാറിൻ്റെ ജയസാധ്യത എങ്ങനെയാണ്? അതെ, ഓരോ പ്രാവശ്യം ഓരോ ട്രെൻഡല്ലേ. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അതൊക്കെ സമ്മതിക്കാം. പക്ഷേ ജനങ്ങളുടെ മനസ്സ് നമുക്ക് വായിക്കാൻ പറ്റില്ലല്ലോ. ആയിരിക്കാം ഒരു മെനക്കെടുന്നുണ്ടായിരിക്കാം. പക്ഷേ ഓരോ പ്രാവശ്യവും ഓരോ രീതിയല്ലേ. ഒന്നാമതൊരു ട്രെൻഡ്, പിന്നെ ജനങ്ങളുടെ മനസ്സ് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ആരുടെയും കുത്തക ഒരു മണ്ഡലവും ഇല്ല. എത്ര കൊലക്കൊമ്പന്മാരും വീണിട്ടുണ്ട്. എത്ര പിന്നെ വളരെ നിസ്സാര ഒരു ചെറിയ പയ്യൻ്റെ അടുത്താണെന്ന് തോറ്റേ. പക്ഷെ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. ഇന്ദിരാഗാന്ധി തോറ്റില്ലേ? അതെ, അങ്ങനെ കേരളത്തിലെ വേറെ ഏതെങ്കിലും ഈ മറ്റു പല മണ്ഡലങ്ങളുണ്ടല്ലോ പത്തനാപുരം അല്ലാതെ, അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത വന്നാൽ അതിനെക്കുറിച്ച് ആലോചിക്കും? ഇല്ല, എനിക്ക് താല്പര്യമില്ല. ഒന്നാമതൊരു ഫുൾ ടൈം രാഷ്ട്രീയത്തിലോട്ട് എനിക്ക് വലിയ താല്പര്യമില്ല. കൊട്ടാരക്കരക്കാർക്കൊപ്പം നിൽക്കാം. കൊട്ടാരക്കര വേറൊരു അച്ഛൻ്റെ കണക്ഷനാണ്. പിന്നെ മാത്രമല്ല, അച്ഛൻ ബാക്കി വെച്ചിട്ട് പോയ ഒരുപാട് കാര്യങ്ങൾ, അതിപ്പോൾ ഇനിയും പുതിയ
ആരാ അവിടുത്തെ MLA ആയി വരുന്നത് അവർ ചെയ്യട്ടെ, സന്തോഷം. ഈ ആയിഷ പോറ്റി വരുമ്പോൾ ഒരു സ്വപ്നം ഉണ്ടായിരുന്നല്ലോ അങ്ങയുടെ ഉള്ളിൽ, അതൊരു വിഷമമായിട്ട് നിൽക്കുന്നുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. കൂടെ നിൽക്കും. ആരുടെ കൂടെ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അത് നമ്മുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമല്ലേ. ഇപ്പോൾ ആയിഷാപ്പറ്റിയാണോ രാജഗോപാലാണോ എന്നുള്ളതൊന്നും, ബാലഗോപാലാണോ എന്നുള്ളതൊന്നും നമുക്ക് തീർത്ത് പറയാൻ പറ്റത്തില്ല. അതൊരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യമല്ലേ. ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, ഇപ്പോൾ ചാണ്ടി ഉമ്മനും ഗണേഷ് കുമാറും തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കം ഈ ഇടക്കാലത്തുണ്ടായി, സമീപകാലത്ത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉമ്മൻചാണ്ടിയെ കുടുക്കാൻ ഗണേഷ് കുമാർ ശ്രമിച്ചു എന്നുള്ള ആക്ഷേപം ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളി MLA മുന്നിൽ വയ്ക്കുകയാണ്. അതിന് മറുപടിയും പറയുന്നുണ്ട്, അങ്ങനെയല്ല, എൻ്റെ ബന്ധം തകർക്കാനാണ്, എൻ്റെ കുടുംബ ബന്ധം തകർക്കാൻ ഉമ്മൻചാണ്ടിയാണ് ശ്രമിച്ചതെന്ന്. ഇതിൽ യാഥാർത്ഥ്യം എന്താണ്? അല്ല, അത് ഇപ്പം ഒരു കോടതിയിലിരിക്കുന്ന വിഷയമാണ്. ഇപ്പം 4 പേജ് പ്രഥമ ദൃഷ്ടിയ കേസുണ്ടെന്നുള്ളൊരു ഇതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കോടതിയിലിരിക്കുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ആ വീട്ടിലുണ്ടായിരുന്ന ഒരു വ്യക്തിയെ, കുടുംബാംഗം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്. അപ്പോൾ 4 പേജ് കൂട്ടിച്ചേർത്തു എന്നുള്ള ആര് എന്താ ഏതെന്നൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്, തീരുമാനിക്കട്ടെ. പക്ഷേ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്. കാരണം അദ്ദേഹം അതിൽ നിരപരാധിയാണെന്ന് പൂർണ്ണമായിട്ട് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. കാരണം അച്ഛൻ CBIയിൽ മൊഴിയും കൊടുത്തു. അച്ഛൻ ആ എഴുത്ത് നേരിട്ട് കണ്ട് അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ കത്ത്. അത് അച്ഛൻ വായിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്, അച്ഛൻ്റെ അഭിപ്രായവും ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ അന്നും അച്ഛൻ പറഞ്ഞത് ഒരിക്കലും ഉമ്മൻചാണ്ടിയുടെ പേര് അതിലില്ല, അദ്ദേഹത്തിൻ്റെ പേരില്ല എന്ന് അച്ഛൻ പറയുന്നത് ഞങ്ങൾ നേരിട്ട് കേട്ടിട്ടുള്ളതാണ്. അപ്പം പിന്നെ എവിടെ നിന്ന് ഈ പേര് വന്നു എന്താണെന്നുള്ളത് അത് കണ്ടുപിടിക്കട്ടെ ആരായാലും. അറിയില്ല, ഞാൻ പറയുന്നത്. അത് കോടതി ഇരിക്കുന്ന വിഷയമല്ലേ, കോടതി തന്നെ തീരുമാനിക്കട്ടെ. പിന്നെ അദ്ദേഹം കുടുംബം തകർത്തു എന്ന് പറയുന്നതിൽ ഒരു യാഥാർത്ഥ്യവുമില്ല. അത് എനിക്ക് പറയാൻ പറ്റും. അതൊത്ത് ശരിയല്ല. കാരണം അവരുടെ ഈ വിഷയം വന്നപ്പോൾ അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അന്ന് അദ്ദേഹത്തിൻ്റെ വൈഫായിരുന്ന യാമിനി ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു. മുഖ്യമന്ത്രി അത് ഒതുക്കി വെച്ചിട്ട് അവരെ ഒത്തുതീർപ്പിലേക്ക് ശ്രമിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അവർ പോലീസിൽ കമ്മീഷണർക്കും മറ്റുമായിട്ട് ഒരു എഴുതിയ പരാതി കൊടുത്തു. അത് അറിയാമല്ലോ, 498A എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അത് വളരെ സീരിയസ് ആയ ഒരു ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ അത് നിലവിൽ വന്നിരുന്നെങ്കിൽ വളരെ അപകടമായിരുന്നതിനെ, രാഷ്ട്രീയം തന്നെ തീരുമായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ ഉമ്മൻചാണ്ടി സാറ് അത് മാറ്റിവെച്ചുകൊണ്ട് ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണ് ഉണ്ടായത്. സഹായിക്കാനാണ് ശ്രമിച്ചത് രണ്ടുപേരെയും എങ്ങനെയും. പക്ഷേ അതിൽ യാമിനി വളരെ സ്റ്റേൺ ആയതുകൊണ്ട് അതിൽ പറ്റില്ല, അങ്ങനെ പിരിഞ്ഞു പോകാൻ തീരുമാനിക്കുമായിരുന്നു. ആ പിരിഞ്ഞു പോവുക എന്ന് പറയുമ്പോൾ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുമ്പം തീർച്ചയായിട്ടും ചില കണ്ടീഷൻസ് അവർ വെച്ചു. അത് നോർമലായിട്ട് അവർ വെച്ചു. അതിന് പൈസ തട്ടിപ്പറിച്ച് കൊടുത്തു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരുടെ കുട്ടികൾക്കല്ലേ, അവർ സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് അത് ഇല്ലാതെ ആരെങ്കിലും പിരിഞ്ഞു പോവൂ? പറയുമല്ലോ, കോടതിയിൽ പോയല്ലോ. അതിന് നിന്നു നല്ലത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരിക്കലും തകർക്കാൻ ശ്രമിച്ചില്ല. പെട്ടെന്നുള്ള ഒരു ആവേശത്തിൽ പറഞ്ഞാവാമെന്ന് തോന്നുന്നു, ആലോചിച്ച് കാണില്ല. ഒരിക്കലും ഉണ്ടാകട്ടെ. പിന്നെ മന്ത്രി അത് പറഞ്ഞല്ലോ, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഞാൻ പറയുകയല്ല, അദ്ദേഹം തന്നെ പറഞ്ഞു വീണ്ടും മന്ത്രിയാക്കാമെന്ന് പറഞ്ഞു. ആക്കിയില്ല. അതിന് ദേഷ്യം ഉണ്ടായിരുന്നു. അതറിയാമല്ലോ, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. അല്ലാതെ എൻ്റെ അറിവിലൊന്നുമില്ല. അത് ഈ ഡൈവോഴ്സിലേക്ക് പോയില്ലേ? അത് ആരെങ്കിലും പറയുമോ? അദ്ദേഹത്തിനും മക്കളൊക്കെ ഉള്ളല്ലേ, അദ്ദേഹം പറയുമോ ഡൈവോഴ്സ് ചെയ്ത് പോകാൻ? ഞാൻ പറയുമോ? ആരെങ്കിലും പറയും? ഒരു മനുഷ്യരും ഒരു ഭാര്യയും ഭർത്താവും ഡൈവോഴ്സ് ചെയ്ത് പോകാൻ കൂടെ നിൽക്കത്തില്ല. ഒന്നിച്ച് പോകാനല്ലേ എല്ലാവരും ശ്രമിക്കുകയുള്ളൂ. ചാണ്ടി ഉമ്മൻ പറഞ്ഞത് ഉമ്മൻചാണ്ടിയെ കുടുക്കാൻ ഗണേഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്ന് ചില ശ്രമങ്ങളുണ്ടായി. കോടതിയിലിരിക്കുന്ന കാര്യമുണ്ട്, വിശദാംശങ്ങളിലേക്ക് പോകേണ്ട. അതിൽ ഒരല്പമെങ്കിലും സത്യമുണ്ടോ? അത് ഞാൻ പറയുന്നത് അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആരാണ് അതിൻ്റെ പിന്നിലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഒരു സംഭവം ഉണ്ടായി. ഗണേഷ് കുമാറാണോ ആരോ 4 പേജ് അഡീഷണൽ സരിതയെ കൊണ്ട് എഴുതിപ്പിച്ച് അത് ചേർത്തു. അത് സത്യമാണ്. കാരണം ഒറിജിനൽ എഴുത്ത് കണ്ട ആളാണ് ഞാൻ. അച്ഛന് ഇന്ന് പറയുന്നത് ശരിയല്ല, പറ്റില്ല. മറ്റൊന്ന്, ഈ ഗണേഷ് കുമാർ ഈ ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിൽ സത്യമുണ്ടോ ഇല്ലേ എന്നുള്ളതിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ പറ്റുമോ? അതല്ലേ ഞാനിപ്പോൾ പറഞ്ഞത്. അല്ല, ഗണേഷ് കുമാറിന്റെ
ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? അതായത് ഉമ്മൻചാണ്ടിയെ കൊടുക്കുന്നതിൽ അന്ന് ചാണ്ടിയുമ്മ സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണ്, അത് പത്തനാപുരം ആ ഭാഗത്ത് പോയാണ് സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്. അതിൽ സത്യമുണ്ടോ? അത് കോടതിയല്ലേ തീരുമാനിക്കുന്നത്. കോടതിയിൽ ഇരിക്കുന്ന വിഷയമാണ്. കോടതിയിൽ പ്രഥമ ദൃഷ്ട്യാ ഇവരുടെ ഒരു 4 പ്രതികളുടെ പേരിൽ കേസുണ്ട് എന്നൊരു കൊട്ടാരക്കര കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ ഇനിയും ബാക്കി കിടക്കുകയല്ലേ. ആ, ഇന്നും ഒരു സാക്ഷി പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഇന്നത്തെ പേപ്പർ മനോരമയിലും ഉണ്ടല്ലോ. ഇതിൽ മറ്റൊരു കാര്യം, ഈ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എങ്ങനെയാണ് മാഡം നോക്കി കാണുന്നത്? ഇപ്പം രാഷ്ട്രീയ കാലാവസ്ഥ എങ്ങനെ ഇലക്ഷൻ അടുക്കുമ്പോൾ എന്താണ് ട്രെൻഡ് എന്നുള്ള അതാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി വരുന്നത്. പിന്നെ ഇപ്പോൾ UDF പറയുന്ന ഇപ്പോൾ ഈ സ്വർണ്ണ വിഷയം, ശബരിമല വിഷയമൊക്കെ കുറച്ച് ബാധിച്ചിട്ടുണ്ട്, സീരിയസ് ആയിട്ട് ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി വോട്ടിൽ വരുമോ എന്ന് കണ്ടറിയണം. മറ്റൊന്ന്, ഈ ഗണേഷ് കുമാർ മന്ത്രി എന്ന നിലയിൽ ഒരു പ്രവർത്തനത്തെ എങ്ങനെ കാണുന്നത് മാഡം? ഒരു പൊതു പ്രവർത്തക എന്ന നിലയിലും ഒരു അപ്പോൾ നല്ല പ്രവർത്തകനായിരിക്കുമല്ലോ, അതല്ലേ പിന്നെയും ജയിച്ചു വരുന്നത്. പറഞ്ഞു ഇപ്പോൾ ഇത് പറഞ്ഞല്ലോ അല്ലേ, മറ്റേ കേസ് പറഞ്ഞല്ലോ. ഇപ്പൊ വരുന്ന ഈ വിജയിച്ചു തോറ്റു എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ കള്ളമാണ്. അത് പറഞ്ഞു, അത് പറഞ്ഞു. ഫോറൻസിക് റിപ്പോർട്ട് ഫേവറബിളാണെന്ന് പറയുന്നു. അതിനെപ്പറ്റി ഞാൻ മറ്റതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇപ്പം എന്താണ് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഫോറൻസിക്കുമായി ബന്ധപ്പെട്ട്? അല്ല, ഫോറൻസിക് റിപ്പോർട്ട് വരിക എന്നുള്ളത് കോടതി സ്വാഭാവികമായിട്ട് ഒരു സിവിൽ കേസ് വരുമ്പോഴത്തേക്കും ഒപ്പ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ള ആദ്യം ചെയ്യുന്ന നടപടിയാണ്. അതിനനുസരിച്ച് ഫോറൻസിക് പോയി. പിന്നെ ഇപ്പോൾ അച്ഛൻ അതിൽ ഒപ്പിട്ടില്ല അല്ലെങ്കിൽ ഇട്ടു എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. കാരണം ചിലപ്പോൾ ഇട്ടതാവാം, ചിലപ്പോൾ ഇടാത്തതാവാം. കാരണം അതിന് മുമ്പ് കുറേ നാളായിട്ടേ അച്ഛന് തനിയെ സൈൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഒരാളുടെ സഹായത്താലാണ് ഒപ്പുകൾ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഈ വിൽപ്പത്രത്തിനകത്തൊരു ഒപ്പിടുക എന്ന് വെച്ചാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ ഇട്ടതാവാം. പക്ഷേ ഫോറൻസിക് റിപ്പോർട്ടോടുകൂടി ഈ കേസ് അങ്ങ് അവസാനിച്ചു എന്ന് പറയുന്നതിനകത്ത് യാതൊരു യാഥാർത്ഥ്യം ഒന്നുമില്ല. അതും തരാൻ തയ്യാറില്ല. എനിക്ക് തന്നെ ഞാൻ എന്തിനാ തരുന്നതെന്നല്ലേ ചോദിച്ചത്. ഏതെങ്കിലും 2 സ്ഥലം 36 വസ്തുക്കൾ അയാളുടെ വിൽപ്പത്രത്തിനകത്ത് കാണുന്നുണ്ട്. വിൽപ്പത്രം ആര് തയ്യാറാക്കി, എന്ത് തയ്യാറാക്കി എന്നുള്ളത് വേറെ അടുത്ത സ്റ്റെപ്പ്. അപ്പം എൻ്റെ സിസ്റ്ററിനും 10-15ഓളം ഉണ്ട്. അപ്പം ഞാൻ നോർമലായിട്ട് കുറച്ച് ആവശ്യപ്പെടുന്ന ഒരുപാട് തന്നു എന്ന് ഇയാൾ എപ്പോഴും പറയുന്നുണ്ട്. തെളിയിക്കട്ടെ, തന്നെങ്കിൽ അതിനൊരു റെക്കോർഡ് കാണുമല്ലോ, കോടതിയിൽ വെക്കട്ടെ. റെക്കോർഡ് തരട്ടെ. തന്നെങ്കിൽ ഇപ്പോൾ ഒരു അച്ഛൻ മകളെ കല്യാണം കഴിപ്പിച്ച് അയക്കുക എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടിയല്ലേ, അത് ചെയ്തു. അല്ലാതെ എന്തൊക്കെ തന്നുള്ളതിൻ്റെ റെക്കോർഡ് കാണിക്കട്ടെ. റെക്കോർഡ് ഉണ്ടാവുമല്ലോ തരുമ്പോൾ, എന്നിട്ട് വേണ്ടേ പറയാൻ. പിന്നെ ഫോറൻസിക് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മന്ത്രിക്ക്, ഇപ്പോൾ ഇവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, മന്ത്രിക്ക് ഇപ്പോൾ വിളിച്ച് പറഞ്ഞ് മന്ത്രിക്ക് അനുകൂലമായിട്ട് എഴുതി വാങ്ങിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഫോറൻസിക് റിപ്പോർട്ട് ഈ കേസിൻ്റെ ഒരു ചെറിയ സ്റ്റെപ്പ് എന്നുള്ളതേ ഉള്ളൂ. കേസ് ഇപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. സിവിൽ കേസാണ്. ഇപ്പോൾ മൊഴിയെടുക്കാനൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല.